അങ്ങനെ നമ്മുടെ ജാനകിയുടെ മട്ടും മാതിരിയും ഒക്കെ മാറുകയാണ്. നമ്മുടെ ജാനകി ചെന്നിട്ട് നല്ല വൃത്തിയായിട്ട് അനാമികയ്ക്ക് പാര വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ നയനയെ അടിച്ച് ഒതുക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ജാനകി നമ്മുടെ അനാമികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ആദർശും നയനയും ഹോസ്പിറ്റലിൽ നമ്മുടെ നന്ദുവിനരികിലിരിക്കുകയാണ്. നമ്മുടെ നയന, നന്ദു ആണെങ്കിലുണ്ടല്ലോ കണ്ണ് പോലും തുറക്കാതെ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ നയന അടുത്തിരുന്ന് കരയുകയാണ്. അതിനുശേഷം നയന നന്ദു നന്ദു എന്നും പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്ക് നന്ദു മെല്ലെ കണ്ണ് തുറക്കുകയാണ്. കണ്ണ് തുറക്കുമ്പോഴത്തേക്ക് നമ്മുടെ നയന കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എന്തിനാ മോളെ ഇങ്ങനെ ചെയ്തത്? എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇതിങ്ങനെ ചെയ്തത്? നമ്മളെ ആരെയും കുറിച്ച് നീ ഓർത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നന്ദു ആ മുഖത്ത് വെച്ചിരിക്കുന്ന ആ മാസ്ക് അങ്ങ് മാറ്റുകയാണ്. അതിനുശേഷം നന്ദു പറയുകയാണ്, ചേച്ചി ഞാൻ നിങ്ങളെ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എന്നിങ്ങനെ പറയുമ്പോൾ ആദർശി ചോദിക്കുകയാണ്, എന്താ മോളെ നന്ദു, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചത്? നിനക്ക് ചുറ്റുമുള്ളവരെ കുറിച്ചിട്ട് എന്താ നീ ഓർക്കാഞ്ഞത്? നിനക്ക് ഇത്രയേറെ വേദന ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ആദർശി ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നന്ദു പറയണ, അല്ല ആദർശേട്ടാ, ഞാൻ ശരിക്കും അനി എന്നെ വിവാഹം കഴിക്കാത്തതിലല്ല ഞാനിങ്ങനെ ചെയ്തത്. വിവാഹശേഷം ഞാൻ അനിയുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നം ആവും എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം അനാമികയ്ക്ക് എന്നെയും അനിയെയും നല്ല സംശയമാണ്. അതുകൊണ്ട് എൻ്റെ പേര് മൂലം അനിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തു പോയതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് പറയണം, മോളെ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നീ ചിന്തിക്കുക കൂടി ചെയ്യരുത്. നിനക്ക് ഞാനുണ്ട്. സ്വന്തം ഏട്ടനായിട്ട് നീ എന്നെ കണ്ടാൽ മതി. എൻ്റെ കൂടെ പറഞ്ഞ എൻ്റെ കുഞ്ഞനുജത്തിയായിട്ടാണ് ഞാൻ നിന്നെ കാണുന്നത്. എന്ത് കാര്യമുണ്ടെങ്കിലും മോൾക്ക് എന്നോട് തുറന്നു പറയാം എന്നിങ്ങനെ ആദർശ് നന്ദുവിനോട് പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ആദർശ് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നയന പറയുകയാണ്, മോളെ ആദർശേട്ടൻ പറഞ്ഞത് കണ്ടില്ലേ, എല്ലാത്തിനും മോൾക്ക് കൂടെ തന്നെ ആളുണ്ട്. പിന്നെ എന്തിനാണ് മോളെ ഇങ്ങനെ നമ്മളെക്കുറിച്ച് പോലും മോൾ ഓർക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്തത്? അപ്പോൾ നമ്മുടെ നന്ദു പറയാണ്, ചേച്ചി അത് ഞാൻ മൂലം അനിയുടെ ജീവിതം നശിക്കരുതെന്ന് ഓർത്തിട്ടാ ചേച്ചി എനിക്കിപ്പോഴും അറിയാം ഈ സമയത്തും അനിയുടെ മനസ്സിൽ ഞാൻ തന്നെയാണെന്ന്. അപ്പോൾ അനാമികയും അനിയുമായിട്ടുള്ള ഒരു പൊട്ടിത്തെറി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനെന്ന ജീവൻ ഇനി നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെപ്പറ്റി പറഞ്ഞ് വഴക്കുണ്ടാവില്ലല്ലോ എന്ന് കരുതി. അപ്പോൾ നമ്മുടെ നയന പറയണ, മോളെ ഇനിയെങ്കിലും നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. നിനക്ക് ചുറ്റും നിൽക്കുന്നവരെ നീ വേദനിപ്പിക്കരുത് എന്നൊക്കെ നമ്മുടെ നയന പറഞ്ഞതാണ്. അതിനുശേഷം നയന പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതേസമയത്ത് നമ്മുടെ ദേവയാനി ആണെങ്കിൽ ആദർശിനെ വിളിക്കാനായിട്ട് ഇങ്ങനെ ഫോൺ എടുത്ത് കുറേ വട്ടോണ്ടേ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദർശിൻ്റെ ഫോണിൽ ബെല്ലുണ്ട്, എന്നാൽ ആദർശ് ഫോൺ എടുക്കുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ജലജ അങ്ങോട്ട് വരികയാണ്. ജലജ പറയാണ്, എന്താ ഏട്ടത്തി കുറേ നേരമായിട്ട് മോനെ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ, അവൻ ഫോൺ എടുക്കുന്നില്ല അല്ലേ? അതെ ഏട്ടത്തി, അവൻ എടുക്കില്ല. കാരണമുണ്ടല്ലോ, നയനയുടെ പിടിയിലായി കഴിഞ്ഞു അവൻ. പഴയതുപോലെ ഏട്ടത്തിയോട് ഇപ്പോൾ അവന് ബഹുമാനവും സ്നേഹവും ഒന്നുമില്ല. ഏയ് ജയലജേ, നീ വെറുതെ ആവശ്യമില്ലാത്തതെന്നും പറയില്ലേ. എൻ്റെ മോൻ അങ്ങനെയൊന്നുമല്ല, അവൻ ഒട്ടും മാറിയിട്ടില്ല. അതൊക്കെ നിൻ്റെ വെറും തോന്നലാണ്. എന്നാ ഏട്ടത്തി അതും പറഞ്ഞു വെച്ചുകൊണ്ടിരുന്നോ? അല്ലെങ്കിൽ തന്നെ ഇവിടെ വിവാഹം നടക്കുന്ന സമയത്ത് അനിയുടെ വിവാഹമാണ്, അതും മുത്തശ്ശൻ പോലും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവൻ ഇവിടെ നിൽക്കേണ്ടതല്ലേ? ഇനി അഥവാ നയനെ വിളിച്ചാൽ തന്നെ അവനത് പോവാൻ പാടുണ്ടോ? അതിനർത്ഥം അവൻ ഏട്ടത്തിയെ ഒട്ടും പേടിയും ബഹുമാനവും ഒന്നുമില്ല. അല്ലെങ്കിൽ പോകുന്ന സമയത്തിന് ഒരു വാക്ക് ഏട്ടത്തിയോട് പറഞ്ഞിട്ട് അവന് പോവായിരുന്നല്ലോ. അവൻ അതും ചെയ്തില്ലല്ലോ. അപ്പോൾ ഉടനെ ദേവയാനി ഇങ്ങനെ മിണ്ടാതെ നിൽക്കണേ. എന്നിട്ട് ദേവയാനി പറയണേ, എല്ലാത്തിനും പിന്നിൽ അവളാ, ആ നയന. അതെ ഏട്ടത്തി, അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. അവൾക്ക് ഈ വിവാഹം കാണാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് തന്നെ അവൾ ഇവിടെ നിന്ന് പോയത്. അവളുടെ കുശുമ്പിനെ കുറിച്ചൊക്കെ ഇനി പ്രത്യേകിച്ച് നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഏട്ടത്തി. അവളുമാർ രണ്ടുപേരും വലിഞ്ഞു കയറിയല്ലേ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നത്. അവർക്ക് രണ്ടുപേർക്കും ഒരു അർഹതയില്ല നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ. എന്നിട്ടും അവർ നമ്മുടെ കുടുംബത്തിൽ കയറിപ്പറ്റി. അനാമിക മോൾ വരുന്നത് കണ്ടിട്ട് അവർക്ക് സഹിക്കില്ല. അതുകൊണ്ട് അവൾ നൈസിന് പോയതാണെങ്കിലോ താലിച്ചരട് മുറുകെ കെട്ടാതെ അനി കെട്ടിയ ചരട് ലൂസാക്കി വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ടല്ലേ അങ്ങനെയുള്ള അനർത്ഥങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത് എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ജലജ. നമ്മുടെ ദേവയാനിയോട് എന്നിട്ട് നമ്മുടെ ജലജ പറയണം, എന്തായാലും താലി അഴിഞ്ഞു വീണത് ഒരു ശുഭസൂചനയൊന്നും അല്ല, അതിലെന്തെങ്കിലുമൊക്കെ ദോഷം കാണും. പിന്നെ അനിയുടെ ദാമ്പത്യത്തിൽ 2 വിവാഹം കഴിക്കാന്നല്ലേ പുരോഹിതൻ പറഞ്ഞത് എന്ന് പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറയാണ്, ഏയ് ജലജ പറഞ്ഞ ഇത്
ഇതിനോടൊന്നും എനിക്ക് യാതൊരുവിധ യോജിപ്പുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രയോ നല്ല ദമ്പതിമാരായി ജീവിക്കും എന്ന് കരുതിയിട്ട് ഇതൊക്കെ നോക്കിയിട്ട്, അതായത് പൊരുത്തവും എല്ലാം നോക്കി പറഞ്ഞ മുഹൂർത്തത്തിൽ വിവാഹം നടത്തിയിരിക്കുന്ന പലരും 1 മാസം ആവുന്നതിന് മുമ്പ് അടിച്ചു പിരിഞ്ഞിട്ടുള്ള കേസുകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെ വച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇതൊന്നും സംഭവിക്കില്ല. ഇപ്പോൾ താലി അഴിഞ്ഞ് വീണെന്നും കരുതിയിട്ട് അനി എന്തായാലും അനാമികയെ കളയാനൊന്നും പോകുന്നില്ല. പ്രത്യേകിച്ചും ഞാൻ എൻ്റെ സ്വന്തം മരുമകളായിട്ട് അവളെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ദേവയാനി. ശരിക്കും പറയുകയാണെങ്കിൽ ജലജയ്ക്ക് അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കുറച്ച് കുശുമ്പൊക്കെ വരുന്നുണ്ട്. എന്നാലും ജലജ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ അനാമികയും അനിയും ജാനകിയും തമ്മിൽ ഫോട്ടോ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് അനി പറയണ്, മതിയാക്ക്, കുറേ നേരമായിട്ടുണ്ടല്ലോ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയിട്ട്, മടുത്തു എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ തന്നെ അനാമിക പറയണ, അതെന്താ അനി, നമ്മുടെ വിവാഹമല്ലേ നടക്കുന്നത്, ഇന്ന് ഫോട്ടോ എടുക്കുന്നതിന് മടുപ്പ് തോന്നേണ്ട കാര്യം എന്താ? അപ്പോൾ അനി പറയണ, അധികമായ എല്ലാം മടുക്കും, എത്ര നേരം കൊണ്ട് തുടങ്ങിയതായത്, ഛേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അനി നിൽക്കുകയാണ്. അനിക്ക് ആകെ മുഷിച്ചിലായിരിക്കുകയാണ്. എന്നിട്ട് അനി കഴുത്തി കിടന്ന മാലയെ ഒരു കയ്യിൽ വെച്ചുകൊണ്ട് ഒരു പോക്കങ്ങ് പോവുകയാണ്. അത് അങ്ങനെ പോകുന്നതിനും ഒരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനാമിക പറയുകയാണ്, നമ്മുടെ ജാനകിയോട് ചോദിക്കണം, അല്ല ഇതുവരെ ആയിട്ടും അനിയുടെ ഏട്ടത്തി ഇവിടെ നിന്ന് പോയിട്ട് കണ്ടില്ലല്ലോ. ഒന്നാമത് അനിയുടെ ഏട്ടനും അതുപോലെ തന്നെയാണ്, 2 പേരും കൂടി സമയത്ത് ഇവിടെ നിന്നും പോയി, അതെന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജാനകി പറയുകയാണ്, അവളുമാരൊക്കെ ഉണ്ടല്ലോ അർഹതയില്ലാതെ കടന്നുകൂടിയവരാ ഈ തറവാട്ടിലേക്ക്, അതുകൊണ്ട് ഇവിടെ ഭംഗിയായിട്ട് ഒരു വിവാഹം നടക്കുന്നത് കാണാനുള്ള ഒരു മനക്കരുത്തില്ലാത്തത് കൊണ്ടാണ് അവൾ പോയത്. പിന്നെ ആദർശിനെ ഇപ്പോൾ നയന പാട്ടിലാക്കി വെച്ചിരിക്കുകയാണ്. നവ്യേക്കാളും അപകടകാരി നയന തന്നെയാണ്, അതുകൊണ്ട് ആദർശിനെ വിളിച്ചുകൊണ്ട് പോയതായിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് അനി പറയണേ, അമ്മ എന്തിനാ നയനേട്ടത്തെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്, ഇവള് നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന് കയറിയില്ല, അതിനു മുമ്പ് അമ്മ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കേണ്ട അനി. അപ്പോൾ ആ സമയത്ത് ജാനകി പറയണേ, ഉള്ളതുപോലെ പറയും, അല്ലെങ്കിൽ തന്നെ എല്ലാം ഇനി ഇവളിൽ നിന്ന് മൂടി വയ്ക്കേണ്ട കാര്യം എന്താ, ഇവള് ഇനി അന്യതല്ലല്ലോ, നമ്മുടെ കുടുംബത്തിലെ വന്ന് കയറിയ മരുമകളല്ലേ. പോരെങ്കിൽ ഏട്ടത്തി എപ്പോഴും പറയുന്നുണ്ട്, ആദ്യത്തെ മരുമകളായിട്ട് ഇവളെയാണ് ഏട്ടത്തി പോലും മനസ്സിൽ കരുതിയിരിക്കുന്നതെന്ന്. അപ്പോൾ പിന്നെ ഇവളെടുത്ത് ഒന്നും ഒളിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അനി പറയണ്, അങ്ങനെ ഏട്ടൻ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തക്കതായിട്ടുള്ള കാര്യം ഉണ്ടാവും, വെറുതെ ഒന്നും ഏട്ടൻ പോവത്തില്ല. നീ അങ്ങനെ വിശ്വസിച്ചിരുന്നോ? ജാനകിയാണേ പറയുന്നത്, നീ അങ്ങനെ വിശ്വസിച്ചിരുന്നോ? പിന്നീട് ആ നയന എന്ന് പറയുന്നവളുണ്ടല്ലോ, ശരിക്കും പറയുകയാണെങ്കിൽ നവ്യേക്കാളും അപകടകാരിയാണ്. അവൾക്ക് ഇവിടെ നിന്ന് ഈ ചടങ്ങുകളൊക്കെ കാണാനേ നല്ല മനസാക്ഷി കുത്തി തോന്നിയിട്ടുണ്ടാവും, അതുകൊണ്ട് നൈസിന് ഇറങ്ങിപ്പോയതായിരിക്കും എന്നിങ്ങനെ പറയണം. അപ്പോൾ ദേഷ്യം വന്നിട്ട് അനി കഴുത്തിൽ കിടന്ന മാല ഊരി, അതായത് പിന്നെ പൂമാല ഊരി കയ്യിൽ വെച്ചുകൊണ്ട് പറയുകയാണ്. അനി പറയണേ, ഇനി ഇവിടെ നിന്നാലേ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അനി ഒരു പോക്കങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കാണ് ജാനകി പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മുടെ നന്ദുവിനോട് നന്ദു അല്ല, നമ്മുടെ അനാമികയോട് പറയുകയാണ്, മോളെ അനാമികേ, ഇവനൊരു ശുദ്ധനാണ്, അതുകൊണ്ട് ഇവൻ ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അങ്ങ് വിശ്വസിക്കും. നീയുണ്ടല്ലോ നയനയെ കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. കാരണം നയന നമ്മളാരും വിചാരിക്കുന്ന കണക്കല്ല മോളെ. നയനെ പുറമേ ചിരിച്ച് കളിച്ച് നിൽക്കും, നല്ല വിനയത്തോടെയും ഭവ്യതയോടെയും ഒക്കെ സംസാരിക്കും. പക്ഷേ അവളാണ് നവ്യേക്കാളും അപകടകാരി. എല്ലാവരെയും കയ്യിലെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അവൾക്കുണ്ട്. അതുകൊണ്ട് നമ്മളതങ്ങ് വിശ്വസിച്ച് പോവും. മോള് ഒന്ന് കരുതിയിരുന്നോളണം. മോളുടെ തലയ്ക്ക് മീതെ ഒച്ച വരാനായിട്ട് മോൾ ആരെയും അനുവദിക്കരുത്. നയനേന്ന് പറയുന്നോളെ സ്വപ്നത്തിൽ പോലും വിശ്വസിക്കരുത്, കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത് എന്ന് പറയണ. അപ്പോൾ ഉടനെ ജാനകി പറയണ, അതെ ആൻറ്റി, അത് ഞാൻ ശ്രദ്ധിച്ചോളാം. എനിക്ക് ആളുകളെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്, അതുകൊണ്ട് ഞാൻ അതനുസരിച്ച് അവരോടൊക്കെ പെരുമാറുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ജാനകി പറഞ്ഞ, അത് മതി, എൻ്റെ മരുമകളായിരിക്കണം അവിടെ റാണിയായിട്ട് വാഴേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏഷണി കയറ്റി കൊടുക്കുകയാണ്. സ്വയം കുഴി താനേ തോണ്ടുകയാണ് നമ്മുടെ ജാനകി.
അങ്ങനെ അതിനുശേഷം എന്ന് വെച്ചാൽ നമ്മുടെ ജയനും അജയനും പിന്നെ കുറച്ച് സുഹൃത്തുക്കൾ അവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ജയൻ പറയുകയാണ്, വിവാഹം ചടങ്ങ് ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് ലളിതമായിട്ട് നടത്തിയതാണ്. പെണ്ണിൻ്റെ വീട്ടുകാർക്കും വലിയ ആഡംബരത്തോടൊന്നും താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നീട് നമ്മൾ ലളിതമാക്കാൻ പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായ ആർഭാടം കാണിക്കേണ്ടെന്ന് വിചാരിച്ചു. എന്നിട്ട് പോലും അത്യാവശ്യം ആർഭാടം ഉണ്ടും താനും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ദേവയാനി പാഞ്ഞു വരികയാണ്. ദേവയാനി വന്നിട്ട് ജയനോട് ചോദിക്കുകയാണ്, ജയേട്ടാ ഈ ആദർശ് എന്ത് പണിയാണ് കാണിച്ചത്? ഇത്ര നേരമായിട്ട് ആദർശിനെ ഞാൻ വിളിക്കുന്നുണ്ടെന്നറിയാമോ? അവൻ ഫോൺ എടുക്കുന്നില്ല. എങ്ങനെ എടുക്കാനാണ്? ഭാര്യയുടെ തലയണ മന്ത്രത്തിൽ വീണ് കഴിഞ്ഞു അവൻ. അതുകൊണ്ടേ അവൻ ഇപ്പം അമ്മയൊന്നും വേണ്ട. വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഫോണും എടുക്കില്ല. അങ്ങനെയുള്ള ഒരുത്തിയല്ലേ കൂടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ ഉടനെ ജയൻ പറയണേ, എന്തിനാ ദേവേ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണമെന്ന് ജയേട്ടൻ ഈ പറയുന്നത്? ഞാൻ എത്രയോ തവണ അവനെ ഫോൺ വിളിച്ചു. എൻ്റെ ദേവേ, നീ ഫോൺ വിളിക്കുമ്പോൾ എടുക്കാതിരിക്കുന്നത് നിന്റെ മകൻ്റെ കുറ്റമല്ലേ? അതിനെന്തിനാ നയനെ കുറ്റം പറയുന്നത്? പിന്നെ കുറ്റം പറയാതെ അവൾ തന്നെ ഇതിനെല്ലാത്തിനും കാരണം. അവള് മനഃപൂർവ്വം അവനെ ഇവിടെ നിന്ന് മാറ്റിയതാണ്. അവൾ എന്തിനവനെ മാറ്റണം? ജയേട്ടാ, നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം, താലി കഴുത്തിൽ മുറുക്കി കെട്ടിയതാണ് ഇനി. അത് ലൂസാക്കി വെച്ചത് നയനയാണ്. എന്നിട്ട് അത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ നൈസിന് ആ സമയത്ത് അവനെയും കൊണ്ട് ഇവിടെ നിന്ന് പോയി. അതാണ് സംഭവിച്ചത് എന്ന് പറയുന്നത്. അപ്പോൾ ഉടനെ അജയൻ പറയണേ, നീ എന്തിനാ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത്? വീട്ടിലെ കുടുംബകാര്യങ്ങൾ മറ്റുള്ളവരെ കൂടി അറിയിക്കണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേവയാനി അങ്ങ് ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ദേവയാനി പോയി കഴിയുമ്പോഴത്തേക്ക് ജയൻ പറയാണ്, കണ്ടില്ലേ, ഇത്രയായിട്ടും ഇവള് ഒന്നും മനസ്സിലാക്കുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ മരുമകളുണ്ടല്ലോ, എനിക്ക് കിട്ടിയ പുണ്യമാണ്. ഇത്രയും നല്ല സ്വഭാവമുള്ള മരുമക്കളെയൊന്നും ഇന്നത്തെ കാലത്ത് ആർക്കും കിട്ടാൻ പോണില്ല. അത് എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും ഇവളിനി എന്തെങ്കിലും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇവൾ കിടപ്പാവണം. അപ്പോഴേ അവൾക്ക് മനസ്സിലാവുള്ളൂ. ഇന്നത്തെ കാലത്തുണ്ടല്ലോ, മാതാപിതാക്കളെ കൊണ്ടുവന്ന് അനാഥാലയത്തിൽ തള്ളുന്ന മരുമക്കളും മക്കളും ഒക്കെയാണ് ഇന്നത്തെ കാലത്തുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നയനമോളുടെ മഹത്വം ഇവക്ക് മനസ്സിലാവുന്നത്. എന്ത് ചെയ്യാനാ എന്നിങ്ങനെ പറയണ ജയൻ. അപ്പോൾ ആ സമയത്ത് കൂടി നിന്ന് ഫ്രണ്ട്സ് പറയണ, എന്തായാലും പുതിയൊരു മരുമകൾ വീട്ടിലോട്ട് കയറി വന്നില്ലല്ലോ, അതിനു മുമ്പ് തുടങ്ങിയോ അനന്തപുരിയിൽ അടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ജയൻ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ പറയുന്നത് കേട്ടിട്ട്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആദർശ് നയനയും കൂടി വരികയാണ്. ആദർശ് നയനയും കൂടി വരുന്ന സമയത്തിന് നമ്മുടെ ദേവയാനി അങ്ങോട്ട് ദേവയാനി എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ചോദിക്കണം, ആദർശേ, ഇത്രയും നേരമായിട്ടും നീയൊക്കെ രണ്ടെണ്ണം കൂടി എവിടെ ആയിരുന്നു എന്ന് ചോദിക്കണം. അപ്പോൾ ആദർശ് പറയണ, അത് പിന്നെ പറയടാ, എത്ര തവണ ഞാൻ നിന്നെ ഫോൺ വിളിച്ചു, നിനക്ക് എടുക്കാനും പോലും തോന്നിയില്ലല്ലോ. അത്രയ്ക്ക് നിന്നെ മാറ്റിയെടുത്തോ ഇവള് എന്നിങ്ങനെ ചോദിക്കുകയാണ്. നയന ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നയന പറയണ, അത് അമ്മേ, ഞാൻ ആദർശേട്ടനെ വിളിച്ചുകൊണ്ട് പോയത്. അത് ഞങ്ങൾക്ക് മനസ്സിലായല്ലോ, നീയല്ലേ അത് ചെയ്യുള്ളൂ. നീ വിളിച്ച ഉടനെ തന്നെ ഇവന് വരാനും തോന്നിയല്ലോ. അപ്പം നയന പറയണ, അമ്മേ, അത് നന്ദുവിന് സുഖമില്ലാണ്ടായി. അതുകൊണ്ട് അവളുടെ കൂട്ടുകാർ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു നന്ദുവിന് സുഖമില്ലെന്ന്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഉടനെ ദേവേനി ഇരിക്കണം, നന്ദുവിന് എന്താ പറ്റിയത്? അതും ഒരടവാണോ? അപ്പോൾ എന്താണ് അപ്പോൾ നമ്മുടെ നയന പറയണ, അടവൊന്നുമല്ല, നന്ദുവിന് ഹൈ BP ആയി അവളൊന്ന് കുഴഞ്ഞു വീണു. അങ്ങനെ അവളെ ഫ്രണ്ട് വിഘ്നേഷും രാജേഷും ഒക്കെ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിട്ടാണ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെന്നതാണ്. ഇപ്പം നോർമലായി, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ പിന്നെ നമ്മുടെ ജാനകി വരണം, BP ലോ ആവാതിരിക്കുന്നത് എങ്ങനെ? ഈ വിവാഹം കണ്ടു നിൽക്കാനുള്ള ശേഷിയെ അവൾക്ക് കാണില്ല, അതായിരിക്കും അവൾ കുഴഞ്ഞു വീണത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഒന്നും മിണ്ടാണ്ട് നമ്മുടെ നയന അങ്ങ് പോവാണ്. സോറി, പോയില്ല. അപ്പോൾ നയന പറയണം, എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജലജ പറയണ, അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ. എടി, നീ പോകുന്ന സമയത്ത് നീ ഒരു കർമ്മം കൂടി ചെയ്തു വെച്ചിട്ടാണല്ലോ പോയത്. അപ്പോൾ എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ പറയണേ, എടി, നീ മുറുക്കെ കെട്ടിയ താലി നീ അഴിച്ചു വെച്ചിട്ടല്ലേ നീ പോയത്. അതുകൊണ്ട് പെണ്ണും ചെറുക്കനും മണ്ഡപം വലവയ്ക്കാൻ എണീക്കുന്ന സമയത്തിന് താലി ചരട് താഴെ പോയി എന്ന് പറയുമ്പോൾ നയന അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ ചലിച്ച പറയണേ, നീ തന്നെ മനഃപൂർവ്വം ചെയ്തതാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഉടനെ നമ്മുടെ നയന പറയണ, അപ്പച്ചി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യമാണോ എൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത്? അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജാനകി പറയാണ്, മനസ്സാവാച അറിഞ്ഞില്ലെന്നൊന്നും നീ പറയണ്ട.
ഒക്കെ നീ തന്നെയാണ് ചെയ്തത്. അതിനു വേണ്ടിയിട്ടല്ലേ ഇടിച്ചു കയറി നാണമില്ലാതെ താലി കിട്ടാനായിട്ട് നീ വന്നത്. എല്ലാം നിന്റെ കയ്യിലെ തെറ്റ് തന്നെയാണ്. നീ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. നീ എല്ലാം ചെയ്ത് വെച്ചിട്ട് ഒടുവിൽ നീ ഒന്നും ഏക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജലജ പറയണ, എടി നിനക്ക് നിന്റെ ചേച്ചിക്കുമൊക്കെ ഈ വിവാഹം ഉൾക്കൊള്ളാൻ പറ്റില്ലെന്നേ നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നീ മനഃപൂർവ്വം ചെയ്തു വെച്ചതാണെന്നും നമുക്കൊക്കെ അറിയാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നയന പറയണ്, ഞാൻ മനസ്സിൽ കരുതാത്ത കാര്യങ്ങൾ പറയരുത് എന്ന് പറയണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജലജ പറയാണ്, നീ അതൊന്നും പറയണ്ട, നീ നിൻ്റെ കുടുംബത്തുള്ളവരും ഒക്കെ കണക്കാണെന്ന് പറയുമ്പോൾ നയന പറയാണ്, അപ്പച്ചി ആവശ്യമില്ലാതെ ഇനി എൻ്റെ കുടുംബക്കാരെ പറയരുത്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജാനകി പറയണ, കൊള്ളാലോ, നീർക്കോല് തല പൊക്കിയല്ലോ. എടി നീയാണ് ഏറ്റവും വലിയ വിഷം എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയണ. അവളുടെ ഒരു സാമർഥ്യം കണ്ടില്ലേ, ഒരു സാമർഥ്യക്കാരി വന്നിരിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ നയന പറയണ, അതേ അപ്പച്ചി, അതേ ചെറിയമ്മേ, സാമർഥ്യം കാണിക്കേണ്ടടുത്ത് സാമർഥ്യം കാണിക്കുക തന്നെ ചെയ്യും, അല്ലാതെ മിണ്ടാതിരിക്കാൻ ഇനി ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയന കയറി പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ജാനകി പറയണേ, കണ്ടില്ലേ ഏട്ടത്തി, കണ്ടില്ലേ ഇവളുടെ അഹങ്കാരം. അപ്പോൾ ഉടനെ തന്നെ ആദർശിനോട് ചോദിക്കുകയാണ്, നമ്മുടെ ആദർശം അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ആദർശിനോട് ചോദിക്കണം, ദേവയാനി ചോദിക്കണം, ഇത്രയും നേരമായിട്ട് നിനക്ക് ഫോൺ വിളിച്ചിട്ട് എടുക്കണമെന്ന് തോന്നിയില്ലല്ലോടാ? അത് നന്ദുവിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട്. നന്ദുവിന് സുഖമില്ലാതെ നിൻ്റെ അനിയൻ്റെ വിവാഹം നടക്കുമ്പോൾ തന്നെ നിനക്ക് പോകണമായിരുന്നോ? അവൾക്കുള്ള ബന്ധുക്കളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി ചൂടാവാൻ തുടങ്ങുകയാണ്. പക്ഷേ നമ്മുടെ ആദർശ് ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. അതേ സമയത്തുണ്ടല്ലോ താലി മുറിക്കുക കഥയും കാര്യങ്ങളൊക്കെ അപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ നമ്മുടെ ഓർണമെൻറ്റ്സ് പിടിച്ച് നോക്കുകയാണ് നമ്മുടെ ദേവയാനി, പിന്നീട് കാണിക്കുന്നതാണ്. ഓർണമെൻറ്റ്സ് പിടിച്ച് നോക്കുകയാണ് നമ്മുടെ അനാമികയുടെ. അപ്പോൾ ഉടനെ തന്നെ ജാനകി പറയാണ്, ഏട്ടത്തി, അവരെ പറഞ്ഞ് നമ്മൾ ഒന്നും ചോദിച്ചില്ലെങ്കിലും അവരിഷ്ടം പോലെ സ്വർണം കൊടുത്ത് തന്നെ മോളെ ഇങ്ങോട്ടേക്ക് വിട്ടത് എന്ന് പറയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ജാനകി ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ദേവയാനി പറയാണ്, ഞാനങ്ങനെ സ്വർണത്തിൻ്റെ തൂക്കം ഒന്നും നോക്കിയതല്ല, ഞാനിതിൻ്റെ ഭംഗി നോക്കിയാണ്. ആഭരണങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്, അതാണ് നോക്കിയെന്ന് പറയണത്. അപ്പോൾ ഉടനെ തന്നെ നവ്യ പറയണ, എങ്ങനെ ഭംഗി വരാതിരിക്കും, ആ ആഭരണങ്ങളെല്ലാം നയന ഡിസൈൻ ചെയ്തതാണ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരെയും മുഖം അങ്ങ് കറക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ പെൺകുട്ടിയുടെ അമ്മ രേവതി പറയുകയാണ്, എന്നാലും വിവാഹ സമയത്ത് ഏട്ടത്തിയും ഭർത്താവും അവിടെ നിന്ന് മാറി നിന്നത് ഒട്ടും ശരിയായില്ലെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ഉടനെ തന്നെ ജാനകി പറയുകയാണ്, അവരെങ്ങനെ നിൽക്കും, അവർക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നവ്യ പറയുകയാണ്, എന്താ നിൽക്കാൻ പറ്റാത്തത്, എന്തെങ്കിലും കാര്യമില്ലാതെ അവൾ ഇങ്ങോട്ടേക്ക് മാറിപ്പോവില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രേവതി ഉണ്ടല്ലോ, രേവതി എന്ന് പറയുന്നത് നമ്മുടെ അനാമികയുടെ അമ്മ പറയാണ്, എന്തായാലും ആ സമയത്തിന് താലി കെട്ടിയത് ശരിയായില്ല, താലി കെട്ടിയത് മുറുകാത്തത് കൊണ്ട് തന്നെയാണ് താലിമാല തറയിൽ വീണത്. അപ്പോൾ ഉടനെ തന്നെ ജാനകി പറയുകയാണ്, അത് പിന്നെ മുറുക്കി കെട്ടിയിരുന്നതാണ്, വന്ന് നൈസിന് അഴിച്ചു വെച്ചതാണ് അവള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ഇത് കണ്ടിട്ടും കേട്ടിട്ടും സഹിക്കാൻ വയ്യാതെ നമ്മുടെ നവ്യ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് നേരെ ചെന്നിട്ട് നമ്മുടെ കനകയുടെ അടുത്ത് നിന്നിട്ട് പറയണ, അമ്മേ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, പൊങ്ങലടി കേട്ട് മടുത്തു, ഒരു അനാമിക എന്ന് പറഞ്ഞിട്ട് പറയണം. അപ്പോൾ ഉടനെ നമ്മുടെ കനക പറയണ, മോളെ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരെന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് അർഹതയില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത്, അത് കേട്ടേ പറ്റൂ, കേൾക്കുക, അത് നയന വേണമെങ്കിൽ കേട്ടോട്ടെ, ഞാൻ കേൾക്കൊന്നും ആരും കരുതണ്ട എന്ന് തന്നെ നമ്മുടെ നവ്യ പറയുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ നയന അങ്ങോട്ടേക്ക് വരുന്നത്. നയന വരുമ്പോഴത്തേക്ക് ചോദിക്കണം, മോളെ നീ എങ്ങോട്ടാ പോയത്, ഇത്രയും നേരമായിട്ട് നിന്നെ കണ്ടില്ല, അതെ ഞങ്ങളും വിഷമിച്ചല്ലോ എന്ന് പറയുമ്പോൾ, അമ്മ അത് ഞാൻ എല്ലാം പറയാം, നമ്മുടെ നന്ദു ഒരു അബദ്ധം കാണിച്ചു എന്ന് പറയുന്നു. നന്ദു എന്തബദ്ധം കാണിച്ചത്? അപ്പോൾ നമ്മുടെ നയന എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ കനക അങ്ങോട്ട് കരയാൻ തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ഗോവിന്ദൻ അങ്ങോട്ട് വരികയാണ്. എന്താ കാര്യം എന്ന് തിരക്കുമ്പോഴത്തേക്ക് കാര്യം പറയാണ്, ഗോവിന്ദേട്ടാ നമ്മുടെ നന്ദൂട്ടൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദന് വെപ്രാളാവുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ കനക പറയാണ്, ഗോവിന്ദേട്ടാ എൻ്റെ നന്ദൂട്ടനെ എനിക്കിപ്പോൾ കാണണം, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഗോവിന്ദേട്ടാ എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക്
അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഉടനെ തന്നെ നയന പറയാണ്, അമ്മേ ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല, നന്ദുവിന് എന്തെങ്കിലും സീരിയസ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വരത്തില്ലായിരുന്നല്ലോ, അതുകൊണ്ട് അമ്മയൊക്കെ ധൈര്യമായിട്ട് നിൽക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദനും കനകയും കൂടി അവിടെ നിന്ന് പോവുകയാണ്. പോയി കഴിയുമ്പോൾ നവ്യ ചോദിക്കണം, സത്യത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നയനെ നന്ദുവിന്? ഏയ് ഒന്നുമില്ല ചേച്ചി, എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും അവളെ അവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് വരത്തില്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറയുകയാണ്. ഞാനും ആദർശേട്ടനും കൂടിയാണ് കൊണ്ടുപോയത്, പിന്നെ അവിടെ ആ ഹോസ്പിറ്റലിൽ വിഘ്നേഷും അതുപോലെ രാജേഷും ഒക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ജലജ നിന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും കൊള്ളാം, ഈ കുടുംബത്തിനകത്ത് ഇനി നല്ലൊരു കൂട്ടത്തല്ലുണ്ടാവും, ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അതായത് അത് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഓർണമെൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ ദേവയാനി ഓർണമെൻറ്റ്സ് ഒക്കെ പിടിച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നവ്യ ദേഷ്യപ്പെട്ട് കയറിപ്പോയല്ലോ, ഇതെല്ലാം നയന് ഡിസൈൻ ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് നമ്മുടെ ജലജ. അത് ഓർത്തിട്ടാണ് തന്നെ പറയുകയാണ്, ഇനി എന്തായാലും അനന്തപുരിയിൽ നിന്ന് കത്തും, അനന്തപുരിയിൽ ഇനി എന്തായാലും ഒരു കൂട്ടത്തല്ല് ഉറപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. അങ്ങനെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് നീണ്ടുപോയി എന്നറിയാം, പറഞ്ഞ് വന്നപ്പോൾ അങ്ങ് നീണ്ടുപോയി. എന്തായാലും ഇഷ്ടമുള്ളവരെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.